ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറാണ്. ദേശീയപാത 66-ന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ വെട്ടിച്ചിറ ടോൾ പ്ലാസയിലാട്ടോ. അപ്പം 30-ാം തീയതി ഇത് തുറക്കുന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 ജനുവരി 28 ബുധനാഴ്ചയാണ്. അപ്പം 30-ാം തീയതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തുറക്കുമ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് ടോൾ പ്ലാസ തുറന്ന വലിയ വിഷയം ഉണ്ടായി. കുമ്പളയിൽ അടിച്ച് തകർത്തു. കോഴിക്കോട് ടോൾ പ്ലാസയിലെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പണികൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും 1-2 സ്ഥലത്ത് മാത്രമേ പണി ബാക്കിയുള്ളൂ. മെയിനായിട്ടുള്ള വെച്ചാൽ നമ്മളെ കൂരിയാട് വാടക്ക്, പിന്നെ ഒന്ന് നമ്മളെ കുറ്റിപ്പുറം ആറോബിൻ്റെ വർക്ക്, പിന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മളെ വളാഞ്ചേരി വാടക്ക് തുടങ്ങില്ലേ, അവിടെ സർവീസ് റോഡിൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇങ്ങനെ 2-3 സ്ഥലത്ത് മാത്രമേ വിഷയമുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഈ സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് നമ്മളെ കഞ്ഞിപ്പുറൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഭാഗത്ത് വർക്കുണ്ട്. അപ്പം സർവീസ് റോഡിൻ്റെ അവിടെ പണി മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി നമ്മളെ വയടക്കും എന്നൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം 30-ാം തീയതി തുറക്കുമെന്ന് കേട്ടോ. അതിനുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ടോൾ പ്ലാസയിൽ വന്നിട്ടുള്ളത്. കാരണം കുറേ ഫെസിലിറ്റിയാണ് ദേശീയപാത 66-ൽ നമ്മൾ യാത്ര ചെയ്യുമ്പം അവർ നമുക്ക് തരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു. അതുപോലെ തന്നെ ഇവിടെ കുറേ എന്താ പറയുക, ബാത്റൂം ഫെസിലിറ്റി എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ യാത്രക്കാർക്കുള്ളത്. അപ്പോൾ ഇത് ടോൾ പ്ലാസൻ്റെ അവിടെയുള്ള PQC ചെയ്ത റോഡാട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. അവിടേക്കാണ് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ളത്. ആദ്യം നമുക്ക് ഇതൊന്ന് കണ്ടുപോകാം. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്ടാഗ് മുഖ്യം എന്ന് പറഞ്ഞ കാര്യമാണ്. ഫാസ്ടാഗ് എത്രയും വേഗം റെഡിയാക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ടോളിൻ്റെ 20 കിലോമീറ്റർ ചുറ്റളവുള്ള ആളുകൾക്ക് പ്രത്യേക പാസ്സൊക്കെ ഉണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോൾ പ്ലാസയിലുള്ളത് ഒരു ഭാഗത്ത് 5-ഉം മറുഭാഗത്ത് 5-ഉമാണ്. അത് ലാസ്റ്റ് ട്രാക്ക് ഉണ്ട്. അത് ഹെവി വെഹിക്കിൾ കടന്നു പോകുന്ന ട്രാക്കാട്ടോ. അപ്പോൾ ആ ട്രാക്ക് ഹെവി വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ വീതി കൂടിയ വാഹനങ്ങളും അതുപോലെ തന്നെ ഉയരം കൂടിയ വാഹനങ്ങളും കടന്നു പോകാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ട്രാക്ക് ഉണ്ടാവും. ഇവിടെ നല്ല റഷാട്ടോ. ഈ ടോൾ പ്ലാസയിൽ അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. പണി ഫുള്ള് കംപ്ലീറ്റ് ആണ്. ലൈറ്റ് വർക്ക് ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റിനനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് കുറഞ്ഞ ഹൈറ്റ്, അത് കുറച്ച് കൂടുതൽ, അത് അങ്ങനെ പോവാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള വണ്ടി പോകേണ്ട ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 5-ാമത്തെ ഉണ്ട്. ആ ട്രാക്കിലാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള വണ്ടി പോകേണ്ടത്. അപ്പോൾ 1, 2, 3, 4, 5 കണ്ടോ. ഇത് കണ്ടോ നിങ്ങൾ, ഈ ട്രാക്ക് കണ്ടോ നിങ്ങൾ. ഈ ട്രാക്കിൻ്റെ കൂടെയാണ് പോകേണ്ടത് ഹൈറ്റ് കൂടിയ വാഹനങ്ങൾ. എന്തായാലും പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനെ കുറിച്ച് പറയാനൊന്നുമില്ല. കാരണം ഇതിനുമ്പോൾ നമ്മൾ കുറേ അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ ആകെ ഒരു ഭാഗത്ത് മാത്രമേ ക്യാബിനുള്ളൂ. അത് ഹെവി വെഹിക്കിൾ പോകുന്ന വാഹനം കണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹൈറ്റ് കൂടിയ വാഹനങ്ങളൊക്കെ പോകുന്ന സ്ഥലം, അവിടെ മാത്രമേ ക്യാബിൻ ഉണ്ടാവുള്ളൂ. ഉണ്ടോ, ഇവിടെ മാത്രമേ ക്യാബിനുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഓപ്പൺ ആണ്. ആ ക്യാബിൻ അവിടെ ഉണ്ട്. ഈ ട്രാക്കിൽ കൂടിയാണ് ഉയരം കൂടിയത്. അവിടെ ഈ ഉണ്ട് ഓവർ സൈസ്ഡ് വെഹിക്കിള് കണ്ടോ, ഒക്കെ ഫാസ്ടാഗ് കേട്ടോ. പൈസ കൊടുത്ത് യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പിടിക്കും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ പിന്നെ പല സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് ടോൾ പ്ലാസൻ്റെ ലാസ്റ്റ് ട്രാക്കിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ബൈക്ക് ഓട്ടോറിക്ഷ കടന്നു പോകാനുള്ള ലൈൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഇതേമാതിരി ട്യൂബുലർ മാർക്ക് ഉണ്ടെങ്കിൽ അതേമാതിരി ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ അങ്ങനെയല്ല കേട്ടോ. അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, ഇതാ ഞാൻ പറഞ്ഞ വലിയ ട്രാക്ക്. അത് കഴിഞ്ഞിട്ടാണ് നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഓട്ടോറിക്ഷ, ബൈക്ക്. അപ്പോൾ ഓട്ടോറിക്ഷയും ബൈക്കും പോകേണ്ടത് ഈ ട്രാക്കിൽ കൂടെയാണ്. അപ്പം നേരെ അവിടുന്ന് വരിക, ഈ ട്രാക്കിൽ കൂടെ എടുത്ത് ഇങ്ങനെയാണ് കയറി പോവാം. പിന്നെ ബാക്കി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പൂർണ്ണമായിട്ട് മുകൾ ഭാഗത്താണ്. എന്തായാലും ഇതിൻ്റെ മുകൾക്കൊന്ന് കയറി നോക്കാൻ നമുക്ക്. ഓക്കെ, ഫുൾ ACBൻ്റെ വർക്കാട്ടോ. പിന്നെ കോഴിക്കോട് ടോൾ പ്ലാസയും നമ്മളെ വെട്ടിച്ചിറ ടോൾ പ്ലാസയും വ്യത്യാസമുണ്ട്. കോഴിക്കോട് ടോൾ പ്ലാസ എല്ലാവരും ആദ്യം പന്തീരങ്കാവ് ടോൾ പ്ലാസ എന്ന് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഒളവണ്ണ ആ ഏരിയയിൽ ആ ടോൾ പ്ലാസ വന്നുകൊണ്ട് ഒളവണ്ണ ടോൾ പ്ലാസ എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഇതേ സ്ട്രക്ചർ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെട്ടിച്ചിറ ടോൾ പ്ലാസ അതേ സ്ട്രക്ചർ തന്നെയാണ് തൃശ്ശൂർ നാട്ടികയിലുള്ള ടോൾ പ്ലാസ കേട്ടോ. കോഴിക്കോട് വ്യത്യാസമുണ്ട്. 2 സ്ഥലത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഭാഗത്തുള്ള 5 വരിക്ക് പോകാനുള്ള ഒരു ഭാഗത്തും മറുഭാഗത്ത് കുറച്ച് ഏകദേശം 10-200 ഗ്യാപ്പ് തമ്മിലാണ്
രണ്ട് ഭാഗത്തേക്കുമുള്ള ടോൾ പ്ലാസ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ടോൾ പ്ലാസന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. നോക്കിയേ, ഇവിടെ കുറച്ചു നേരം നിന്നാൽ തന്നെ മനസ്സിലായി എത്രത്തോളം വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത്. ഇത് മറുഭാഗത്തുള്ള കേട്ടോ, ഇത് മറുഭാഗം കേട്ടോ. മറുഭാഗത്ത് സെയിം ഇതേമാതിരി തന്നെ അത് നമ്മളെ വെട്ടിച്ചിറ ഫ്ലൈ ഓവർ. ഇവിടെ ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പാത്ത് തന്നെയാണ്. കണ്ടോ, ആ സൈഡിൽ കൂടെ ഇത് ഇന്റർലോക്ക് ചെയ്തതാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് അറിയേണ്ടത് 30-ാം തീയതി ഓപ്പൺ ആക്കുമെന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം തന്നെയാണ്, വേഗം ഫാസ്ടാഗൊക്കെ റെഡിയാക്കി വെക്കുക. എത്രയും പെട്ടെന്ന് ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഫാസ്ടാഗ് നോക്കുക. അതുപോലെ തന്നെ ബാങ്കിൽ പോയിട്ട് റെഡിയാക്കാം. പിന്നെ ചില അക്ഷയകളിലൊക്കെ ഈ സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ടോളിൻ്റെ അടുത്ത് തന്നെ സ്പോട്ട് ആക്ടിവേഷൻ ഉണ്ടാവും കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എത്രയും വേഗം ഫാസ്ടാഗ് എടുക്കണം നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ ചാർജ് കണ്ടമാനം വരും. അതുകൊണ്ട് ഇതാണ് സ്ക്രീൻ കേട്ടോ. ഇത് കറക്റ്റ് ടോളിൻ്റെ അവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. എൻ്റെ വീഡിയോ ഇവിടെ കാണുന്നുണ്ട്. കണ്ടോ, മുകൾ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 28/1/2026 10 മണിക്കാണ് ട്രയൽ റൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം അല്ല, എല്ലാവരും ഫാസ്ടാഗ് എടുക്കുക. ഫാസ്ടാഗ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടമാനം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ വേഗം കടന്നു പോകാം. കണ്ടോ, ഇന്ന് ചാർജൊന്നുമില്ല. ഇന്നവർ വെറും ട്രയൽ റൺ മാത്രം വർക്കിംഗ് സിസ്റ്റം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഫുള്ള് ടോള് കാണുന്ന അവിടെ നിന്ന് കേട്ടോ. കണ്ടോ, ഫുള്ളായിട്ട് ടോള് കാണും. അപ്പോൾ ഒരു ഭാഗത്ത് വെട്ടിച്ചിറ ഭാഗത്തുനിന്ന് നമ്മൾ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നുള്ള സൈഡാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. ജനങ്ങളൊക്കെ പെട്ടെന്ന് എന്തായാലും ഒന്ന് അമ്പരക്കും, പെട്ടെന്ന് തുറന്നു. പക്ഷെ ഇന്ന് തുറന്നല്ല, ഇന്ന് ട്രയൽ റൺ മാത്രമുള്ളൂ. ഓൺലി ട്രയൽ റൺ. ഇപ്പോൾ ഈ ടോൾ പ്ലാസയിൽ, വെട്ടിച്ചിറ ടോൾ പ്ലാസയിലുള്ള റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിഭാഗത്തായിരുന്നു ഒരു കൺട്രോൾ റൂം ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളാഞ്ചേരി മുതൽ രാമനാട്ടുകര വരെയുള്ള ഫുള്ളായിട്ട് ഈ ഭാഗത്താണ് കിട്ടുക കേട്ടോ, വെട്ടിച്ചിറയിലുള്ളത്. മറ്റേ നേരെ നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്ത്. അപ്പോൾ 2 ഭാഗത്തായിട്ടാണ് ഇവർക്ക് കൺട്രോൾ റൂം ഉള്ളത്. ഒറ്റ ടോൾ പ്ലാസയാണ് 2 റീച്ചിലായിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടലായിട്ട് 20 ക്യാമറകളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ PTZ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ പാൻ ടിൽറ്റ് സൂം ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോൾ പ്ലാസൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെട്ടിച്ചിറയിൽ ടോളിൻ്റെ അവിടെ ട്രയൽ തുടങ്ങിയിട്ടോ. ഫാസ്റ്റാഗ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ വാഹനങ്ങളും ഇതാ ഒരു ഭാഗത്ത് വെച്ചാൽ വെട്ടിച്ചിറ ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ ഇതാണ് ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ട്രാക്കിൽ കേട്ടോ. കണ്ടോ, എല്ലാവർക്കും ഒരു തപ്പിപ്പെടുന്നുണ്ട് ഫസ്റ്റ്, എന്നൊക്കെ ശരിയാവാണ്. ഇവിടെ ബാരിക്കേഡ് നോക്കിയ ക്രോസ് ബാർ വീണു. ട്രയൽ റൺ ഒരു ഭാഗത്ത് കേട്ടോ. ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താ പറയുമോ, എല്ലാവരും പെട്ടെന്ന് അന്തം വിട്ട്. കാരണം പെട്ടെന്നാണ് ഇവിടെ ടോൾ ബൂത്ത് ഓപ്പൺ ആയത്. എല്ലാവരും 30-ാം തീയതി ഓപ്പൺ ആവുമെന്ന് കേട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ട്രയൽ റണ്ണാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഉള്ള ടോൾ പ്ലാസ, ഒളവണ്ണ ടോൾ പ്ലാസ ഇതേമാതിരി 3-4 പ്രാവശ്യം തുറക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് മാറ്റി വെച്ചിട്ട് പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് തുറന്നും ചെയ്തു. അതിനോടനുബന്ധിച്ച് കുറേ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം 10 ട്രാക്കാണുള്ളത്. അതിൽ 8 ട്രാക്കിൽ കൂടിയാണ് എപ്പോഴും വാഹനങ്ങൾ കടന്നു പോവുക. ലാസ്റ്റ് 2 ട്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വീതി കൂടെ വാഹനങ്ങളും അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ളതാണ്. പിന്നെ പലർക്കും ഒരു സംശയമായിരുന്നു ഈ ട്രാക്കുകളിലെ ഗ്യാപ്പ് കുറവാണോ എന്നുള്ളത്. അതെന്തായാലും നമുക്കിവിടെ കുറച്ചു നേരം നിന്ന് നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കിനാണ്, കാരണം വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ബസ്സുകളൊക്കെ നേരെ ലാസ്റ്റ് ട്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ട്രാക്കിലൂടെ കടന്നു പോകുന്നുണ്ട്. KSRTC ഒക്കെ ഇവിടെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ കൂടെ ഒരു ടൂറിസ്റ്റ് ബസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ കണ്ടാണ്
ടൂറിസ്റ്റ് ബസ് കടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ മിറർ ഇതിൻ്റെ തൂണുകൾ തട്ടുന്നതായിട്ട്. പക്ഷേ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് അല്ല, 2 ടൂറിസ്റ്റ് ബസ്സുകളാണ് കടന്നു പോകാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിക്കോട്ടെ, ശരിക്കും ഒരു കുഴപ്പമില്ലാതെയാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു സൈസ് ഉണ്ട്. ആ സൈസിൽ മിറർ വെച്ച് കഴിഞ്ഞാൽ തട്ടുകയില്ല, അതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഫ്രണ്ടത്തെ മിറർ എന്നുണ്ടെങ്കിൽ മിക്കവാറും തട്ടു കേട്ടോ. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ അതാ ഒരു ബസ് ഇതാ സുഖമായിട്ട് കടന്നു പോരുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇതേമാതിരി പല പല പ്രശ്നങ്ങൾ. കാരണം പെട്ടെന്ന് സുപ്രഭാതത്തിലാണ് നമ്മൾ ഇതുപോലുള്ള ടോളിൽ കൂടെ കടന്നു പോകുന്നത്. മലപ്പുറം ജില്ലയിൽ ദേശീയപാത 66 പണികൾ ഏകദേശം 90% പൂർത്തീകരിച്ചിട്ട് 3 ഭാഗത്ത് മാത്രമേ പണികൾ നടക്കാനുള്ളൂ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ തുറക്കാൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് 30-ാം തീയതി കാണാം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടോളൂ, ഇതാ 2 ബസ്സുകളാണ് ഒരു തടസ്സവും ഇല്ലാതെ ആ ട്രാക്കിൽ കൂടെ കടന്നു പോകുന്നത്. അവരുടെ മിറർ എവിടെയും തട്ടിയിട്ടില്ല, കറക്റ്റ് സൈസിൽ തന്നെ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ടോറസ് ഒക്കെ കടന്നു പോകുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം നിലവിൽ ഒരു ഭാഗത്ത് മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ, മറുഭാഗത്ത് ഇനി ഓപ്പൺ ആക്കാനിരിക്കുകയാണ്. അപ്പം അതിനോടനുബന്ധിച്ചിട്ട് മുകൾ ഭാഗത്താണ് ഇവരുടെ ക്യാബിൻ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. വെട്ടിച്ചിറ ടോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാ പാസുകളും ലഭിക്കുന്ന കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പല ആളുകളും വിചാരിക്കുന്നുണ്ട്, ഓ ഇനി ടോൾ തുറന്നാലും നമുക്ക് ഫാസ്റ്റാഗ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകാമല്ലോ എന്നുള്ളത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എന്തായാലും ദേശീയപാത 66 കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ടോൾ ബൂത്ത് കടക്കുമ്പോൾ ടോൾ കൊടുക്കേണ്ടി വരും. അത് ഫാസ്റ്റാഗ് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ തുച്ഛമായ പൈസ മാത്രമേ വരുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ക്യാഷ് കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ മലയാളികളാണ്, എല്ലാത്തിനും നമ്മൾ എളുപ്പമാർഗ്ഗം കാണുന്ന ആളുകളാണ്. ഈ വെട്ടിച്ചിറ ടോൾ പ്ലാസ കട്ട് ചെയ്ത് പോകാനുള്ള മാർഗ്ഗങ്ങൾ പലതുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് മാത്രം ചിന്തിക്കുക, എത്രത്തോളം ഇന്ധനം ചെലവ് വരും എന്നുള്ളത്. അപ്പോൾ ടോൾ പ്ലാസയിലുള്ള ടോൾ കൊടുത്ത് പോകുന്നതാണോ നല്ലത്, അതോ ഇതുപോലെ കിലോമീറ്ററോളം കറങ്ങി ഇടറോഡുകളിൽ ബുദ്ധിമുട്ടി പോകുന്നതാണോ നല്ലത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്കറിയാം, കൊച്ചി സേലം റൂട്ടിലെ പാലിയേക്കര ടോൾ പ്ലാസ, ഈ പാലിയേക്കര ടോൾ പ്ലാസ ടോൾ കൊടുത്ത് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പല ആളുകളും കറങ്ങി തിരിഞ്ഞാൽ പോയിരുന്നത്. എനിക്കറിയുന്ന ആളുകൾ വരെയുണ്ട്. പക്ഷെ ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോൾ കൊടുത്തിട്ട് തന്നെ യാത്ര ചെയ്യുന്നത്. അപ്പം അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായി. ഇവിടെ ഫെയറുകളൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. എന്താ, ഞാൻ 28-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും 29-ാം തീയതിക്ക് ആയിരിക്കും എഴുതുക. എന്തായാലും നമുക്ക് കണ്ടറിയാം ഏത് ഭാഗത്താണ് ടോൾ കൂടുതൽ വരിക എന്നുള്ളത്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള സൗകര്യം ഉണ്ട്. വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇവർക്ക് ബാത്റൂം പോകാൻ സാധിക്കുന്നതാണ്. ഇതേമാതിരി തന്നെ മറുഭാഗത്തുണ്ട്, അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഫ്രീ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേണ്ട സ്പോട്ട് ആക്ടിവേറ്റ്, ഫാസ്റ്റാഗ്, എല്ലാ സൗകര്യവും. ഫാസ്റ്റാഗിൻ്റെ എല്ലാ അങ്ങനത്തെ സ്പോട്ട് ആക്ടിവേഷൻ ഇതൊക്കെ നമ്മളെ ടോൾ പ്ലാസിൻ്റെ അവിടെയൊക്കെ കാണലുണ്ട്. പരമാവധി നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇവിടെ നിന്ന് എടുത്താലും നന്നായിരിക്കും. ചിലർ ബാങ്കിൽ നിന്ന് എടുക്കാണ്ട് പോണ വഴിക്ക് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും കുഴപ്പമില്ല. പിന്നെ ബാത്റൂമിൽ കയറുന്നില്ല വേണം എന്തായാലും. ഇപ്പോഴും ഈ ഭാഗത്തെത്തുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, കോട്ടക്കൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് വളാഞ്ചേരി ടൗണിലേക്ക് പോകുക എന്നുള്ളത്. നമ്മൾ വെട്ടിച്ചിറ ടോൾ പ്ലാസ കഴിഞ്ഞ ഉടനെ കുറച്ച് മുന്നോട്ടാണ് വരിക. അപ്പോൾ ഇതേമാതിരി കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞ സ്ഥലത്ത് തന്നെ ഒരു എക്സിറ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് നിങ്ങൾ നോക്കിയേ വെയിങ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ ടോയ്ലറ്റുകളൊക്കെ കാണുന്നുണ്ട്. അതിനോട് ചേർന്നിട്ട് ഒരു എക്സിറ്റ് ഉണ്ട്. ആ എക്സിറ്റ് എടുക്കുക. എക്സിറ്റ് എടുത്ത് സർവീസ് റോഡിൽ കൂടെ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിപ്പുരം എത്തും. ഈ കഞ്ഞിപ്പുരം എത്തി കഴിഞ്ഞാൽ അവിടെ അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസ് മുഖാന്തരം വലതുഭാഗത്ത് കിടക്കുക. എന്നിട്ട് പിന്നീട് ഇടത്തോട് തിരിഞ്ഞ് സർവീസ് റോഡിൽ കൂടെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ പഴയ വട്ടപ്പാറ വളവ് കണ്ട് നിങ്ങൾക്ക് വളാഞ്ചേരി ടൗണിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു വിഷയം നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിൻ്റെ വിഷയം നടക്കുന്നത്. അതുകൊണ്ട് നിലവിൽ ആ ഭാഗത്ത് ഇപ്പം സർവീസ് റോഡ് 2 വേ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ പിന്നീട് വളാഞ്ചേരി ബൈപ്പാസ് കഴിഞ്ഞ് ഓണിയൽ പാലം എത്തിയിട്ട് മാത്രമേ നിങ്ങൾക്ക് ലെഫ്റ്റ് എടുത്തിട്ട് വളാഞ്ചേരി ടൗണിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 30-ാം തീയതി ഓപ്പൺ ആകാൻ പോകുന്ന മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. അപ്പോൾ ആ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ നേരത്തെ 3 സ്ഥലത്ത് മാത്രമേ ഇനി വർക്ക് ബാക്കിയുള്ളൂ. ഒന്ന് നമ്മുടെ വളാഞ്ചേരി ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഇഷ്യൂ കിടക്കുന്നുണ്ട്. പിന്നെ കുറ്റിപ്പുറം ആറോബിൻ്റെ വർക്കും, പിന്നെ നമ്മുടെ കൂരിയാട്, ഈ 3 സ്ഥലത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും സർവീസ് റോഡ് ഈ ഭാഗത്ത് ഓക്കെയാണ്. പക്ഷേ കോഴിക്കോട് അങ്ങനെ ആയിരുന്നില്ല. സർവീസ് റോഡ് പല സ്ഥലത്തും വിഷയങ്ങളായി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ആ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് 30-ാം തീയതി തുറക്കുമ്പോൾ അറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക. പുതിയ വീഡിയോയ്ക്ക് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബൈ.